ഹായ് ഫ്രണ്ട്സ്, മീൻ കറി തയ്യാറാക്കുമ്പോൾ പലപ്പോഴും വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. അതുപോലെയാണ് നാടൻ രുചിയും വീണ്ടും വീണ്ടും തയ്യാറാക്കാൻ നോക്കാറുമുണ്ട്. അപ്പോൾ നമുക്കൊരു നാടൻ വറുത്തരച്ച മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ? ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യമായി ഒരു പാത്രത്തിലേക്ക് തേങ്ങയിട്ട് ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് എണ്ണ കൂടി ചേർക്കണം. നല്ല ബ്രൗൺ നിറത്തിലാവുന്നത് വരെ വറുത്തെടുക്കാം. കരിയാതെ പ്രത്യേകം നോക്കണം. ഞാനിവിടെ അരക്കപ്പ് തേങ്ങയും 2 ടേബിൾ സ്പൂൺ എണ്ണയുമാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയിലേക്ക് ആക്കാം. ശേഷം പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുകയും കൂടെ ചെയ്യാം. ഇനി കറി തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് നെടുകെ കീറിയതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാകും. ഇനി ഇതിലേക്ക് വറുത്തരച്ച തേങ്ങയുടെ അരപ്പ് കൂടി ചേർക്കാം. ശേഷം മീൻ മുങ്ങിക്കിടക്കുന്ന അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 3 കഷ്ണം പുളി ഞാൻ കുതിർത്ത് വെച്ചതാണ്, അതുകൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന 200 ഗ്രാം നെത്തോലി ചേർക്കാം. ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ചെറു തീയിൽ അടച്ച് വെച്ച് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ലതായിട്ട് എല്ലാ ഭാഗവും ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. സ്പൂൺ ഉപയോഗിക്കാനേ പാടില്ല. നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്ത് വീണ്ടും അടച്ച് വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ എല്ലായിടും നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. വീണ്ടും നമുക്ക് 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന വറുത്തരച്ച മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും കാണാം പുതിയൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.